ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ ഈ ഒരു 3D ഒബ്ജക്റ്റ് എങ്ങനെ ടെക്സ്ചർ ചെയ്യാന്നാണ് പഠിക്കുന്നത് ബ്ലെൻഡറിലുള്ളത്. ഞാനെങ്ങനെ സബ്സ്റ്റൻസ് പെയിൻറ്റർ യൂസ് ചെയ്യുന്നുള്ളൊരു മെത്തേഡാണ്. സിമ്പിളായിട്ട് ഒരു സിമ്പിൾ ആൻഡ് ക്വിക്ക് ഡേർട്ടി മെത്തേഡാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ബ്ലെൻഡർ കിറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ടെക്സ്ചർ ഉണ്ടായിരുന്നു. ഞാൻ ടെക്സ്ചറൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം, കണ്ടില്ല 4 മെറ്റീരിയൽസ് ഉണ്ട്. ഇത് ഓൾറെഡി UV അൺറാപ്ഡ് ആണ്. അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തു വെച്ച സംഭവമാണ്. ഇതിൽ ടെക്സ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ടെക്സ്ചേഴ്സ് ഡിലീറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഷെയ്ഡ് എഡിറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പ്രിൻസിപ്പൽ BSTF മാത്രമേ ഉള്ളൂ. ഈ ഒരു പോർഷനിൽ ഒരു ടെക്സ്ചർ, ഈ ഒരു നെറ്റ് ബോൾട്ടിന് വേറെ ടെക്സ്ചർ, അങ്ങനെ 4 ടെക്സ്ചേഴ്സ് ആണുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ ടെക്സ്ചർ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UV മോഡൽ പ്രോപ്പർലി UV അൺറാപ്ഡ് ആയിരിക്കണം. 3D മോഡൽ പ്രോപ്പർലി UV അൺറാപ്ഡ് ആയിരിക്കണം. അത് ഓൾറെഡി UV അൺറാപ്ഡ് ആണ്, അപ്പം ഞാൻ അത് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഓരോ മെറ്റീരിയൽസ്, ഇപ്പോൾ ഈ ഒരു 3D ഒബ്ജക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ നെറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷാഫ്റ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു പോർഷൻ, ഈ ഒരു ഹെക്സഗണൽ ഷേപ്പിലൊരു പോർഷൻ ഉണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ കുറച്ച് പോർഷൻസ് ഉണ്ട്. ഇതിനൊക്കത്തിനും സെപ്പറേറ്റ് ടെക്സ്ചേഴ്സ് കൊടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കളർ, ഒരേ മെറ്റീരിയൽസ് വരുന്നതിനൊക്കെ ബ്ലെൻഡറിൽ തന്നെ മെറ്റീരിയൽസ് കൊടുത്തു വെക്കുക. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പ്രിൻസിപ്പൽ BSTF മാത്രം കണക്ട് ചെയ്താൽ മതി, ഒരു മെറ്റീരിയൽ 1, മെറ്റീരിയൽ 2, മെറ്റീരിയൽ 3 എന്ന് മനസ്സിലാക്കാൻ. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ ഓരോ മെറ്റീരിയൽ ബേസ് ആണ് നമ്മൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ, ഈ ഒരു മെറ്റൽ പോർഷനിൽ അതൊക്കെ റെഡ് കളറാണ്, ഈ ഒരു ഇതും റെഡ് കളറാണെന്ന് ഇമാജിൻ ചെയ്യുക. പക്ഷേ ഈ ഒരു ഷാഫ്റ്റ് വരുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കളറാണ്. അപ്പോൾ സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ നമ്മൾ ഓൾറെഡി ഇതിൽ 2 മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് നിങ്ങൾക്ക് അവിടേക്ക് എത്തുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോവുക, എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ടിൽ FBX എന്ന് പറഞ്ഞാൽ കാണാം. ഈ FBX ക്ലിക്ക് ചെയ്തിട്ട് എവിടേക്കാണോ, ഇത് ഞാൻ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്താണ്, ഒരു പേര് കൊടുക്കുക. പേര് ഇപ്പം ഞാൻ ABCD എന്നൊരു പേരെടുത്തു, ജസ്റ്റ് ഒരു പേര് കൊടുത്തു. എന്നതിന് ശേഷം ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഈ ഇൻക്ലൂഡ് എന്നുള്ളത് ലിമിറ്റ് എന്നുള്ളതിന് സെലക്റ്റഡ് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കുക. അതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തതിൽ ഇപ്പോൾ കുറേ ഒബ്ജക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തൊരു ഒബ്ജക്റ്റിന് വേണ്ടി മാത്രം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് കൊടുക്കുക. ഇതിൽ പാത്ത് മോഡൽ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. ഇതിന് ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം എക്സ്പോർട്ട് ബട്ടൺ അമർത്തുക. ഇപ്പോൾ എക്സ്പോർട്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ FBX ആയിട്ട് എക്സ്പോർട്ടായി. ഇനി അടുത്ത് നമുക്ക് സബ്സ്റ്റൻസ് പെയിൻറ്റർ തുറന്നിട്ട് അതിൽ നോക്കാം. നമ്മൾ സബ്സ്റ്റൻസ് പെയിൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുക. നിങ്ങളുടെ വേർഷൻ അനുസരിച്ച് ചെറിയ ഈ ഒരു അലൈൻമെന്റിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഡിഫോൾട്ട് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ ആയിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ, എങ്ങനെയാണ് ഇതിന്റെ ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഞാൻ തുടക്കത്തിൽ മൊത്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ ആവശ്യമില്ല. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടല്ലോ, ഇവിടെയാണ് മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ഭാഗം. ഇവിടെ റൈറ്റ് സൈഡിൽ ലെയേഴ്സ് എന്ന് പറഞ്ഞ് കാണാം, അടിയിൽ ടെക്സ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത സംഭവം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫയലിൽ പോവുക, ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടല്ലോ ഒരു സെലക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, സെലക്റ്റിൽ കൊടുത്തിട്ട് നമ്മുടെ നേരത്തെ ഈ ഞാൻ ABC എന്ന പേര് കൊടുത്ത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ ഡോക്യുമെന്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് കാണാം. ഈ ഡോക്യുമെന്റ് റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഔട്ട് എങ്ങനെ എടുക്കണം, എത്ര ക്വാളിറ്റിയിൽ വേണം, ഡ്രോപ്പ് ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് 4K വരെ കാണാം. പക്ഷേ നമുക്ക് ഇവിടെ 1080p കൊടുത്താൽ മതി. ഈ 1024 എന്ന് പറഞ്ഞ വാല്യൂ അത് കൊടുത്താൽ മതി. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂ അല്ല, നമ്മൾ ഫൈനൽ ഔട്ട് എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ മാറ്റി കൊടുക്കാം. ഓക്കെ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഇത്ര വാല്യൂ കൊടുത്താൽ മതി. ഇനി രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നോർമൽ വാൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്, അതിൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നുണ്ടാകുക. അത് നമ്മൾ മാറ്റിയിട്ട് ഓപ്പൺ ചെയ്യലേക്ക് മാറ്റണം. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡർ ഓപ്പൺ ചെയ്യലാണ് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ കണ്ടോ, നമ്മുടെ മോഡൽ വന്നു. ഇനിയിപ്പോൾ ഇതിൽ നാവിഗേഷൻ നോക്കണം, എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുക. നമ്മൾ മൗസിന്റെ സ്ക്രോൾ വീൽ ഇങ്ങനെ മുന്നോട്ട് ആക്കി കഴിഞ്ഞാൽ മുന്നോട്ട് നമ്മൾ ബ്ലെൻഡറിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സൂം ഇൻ സൂം ഔട്ട് ഇതിൽ വരുന്നത്. പിന്നെ ബാക്കി പാനിങ്ങും റൊട്ടേഷനാണ് മാറ്റുള്ളത്. പാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്ട് അമർത്തി പിടിച്ചിട്ട് മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പാൻ ചെയ്യാം. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അൾട്ട് അമർത്തി പിടിച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റും ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സൂം ചെയ്യാൻ, മൗസ് വീൽ സ്ക്രോള്, പാൻ ചെയ്യാൻ അൾട്ട് അമർത്തി പിടിച്ചിട്ട് മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ആക്കുക, ഡ്രാഗ് ചെയ്യാം. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ അൾട്ട് അമർത്തി പിടിച്ചിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യണം, ബേക്കിംഗ് എന്ന് പറയാം. ബേക്കിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബേക്കിംഗ് എന്താന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇവിടെ പോവുക, ഈ ടെക്സ്ചർ സെറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞില്ലേ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ബേക്ക് മെഷ് മാപ്സ് എന്ന് പറഞ്ഞിട്ട്, അത് ക്ലിക്ക് ചെയ്യുക. ബേക്ക് മെഷ് മാപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതിലും നിങ്ങൾക്ക് റെസൊല്യൂഷൻ കാണാം, ഒരു 512 എന്നുള്ളത്. ഈ 512 മാറ്റിയിട്ട് ഒരു 1K കൊടുക്കാം. അത് എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യൂ പോർട്ടിൽ കാണുന്ന ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് 4K വേണമെങ്കിൽ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ വെറുതെ നമുക്ക് കമ്പ്യൂട്ടറിന് വെറുതെ അനാവശ്യമായിട്ട് ലോഡ് എടുപ്പിക്കണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ 1K കൊടുത്തത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇത് കണ്ടല്ലോ, ഈ യൂസ് ലോ പോളിമെഷ് ഫ്രം ഹൈ പോളിമെഷ് എന്ന് പറഞ്ഞിട്ട് അത് ടിക്ക് കൊടുക്കുക. അത് എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ബ്ലെൻഡറിൽ അത്രയ്ക്കും ഹൈ പോളി ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ല, ലോ പോളി ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ലോ പോളി ഒബ്ജക്റ്റിന്റെ മുകളിൽ നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് ഇത് എനേബിൾ ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ കുറേ സംഭവങ്ങൾ, നോർമൽ മാപ്പ്, വേൾഡ് സ്പേസും ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ എണ്ണം കാണാം. അപ്പം ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഈ നോർമൽ മാപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനൊന്നും ചേഞ്ച് ചെയ്യാനുണ്ടാവില്ല, വേൾഡ് സ്പേസിൽ ഉണ്ടാവില്ല, ID ഉണ്ടാവും. IDയിൽ നമ്മൾ നോക്കിയാൽ കാണാം ഈ കളർ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ കളർ എന്ന് പറയണം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലെൻഡറിൽ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ മെറ്റീരിയലിന് ഓരോ കളർ കൊടുക്കണം. കളറല്ല, ഓരോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അത് ഇതിനാണ്. അത് ഈ മെറ്റീരിയൽ കളറിലുണ്ട്, അല്ലാണ്ട് വെർട്ടെക്സ് കളർ ഉണ്ട്, ഈ ഇങ്ങനെ ഓരോ പല ഇതുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ മെറ്റീരിയൽ കളറാണ് യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ കളറിൽ വെക്കുക, അത് എന്തിനാന്ന് പറയാട്ടോ. പിന്നെ അടുത്തത് ആംബിയൻ ഒക്ലൂഷൻ. ആംബിയൻ ഒക്ലൂഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ സെക്കൻഡറി റേസ് ഉണ്ടോ, അത് ഫുള്ളാക്കുക, 256 മാക്സിമം അതിലേക്ക് ഇടുക. അത് കഴിഞ്ഞ ശേഷം ഈ സെൽഫ് ഒക്ലൂഷൻ എന്നുള്ള ഭാഗം ഓൾവേസ് എന്ന് മാറ്റിയിട്ട് ഓൺലി സെയിം മെഷ് നെയിം എന്ന് കൊടുക്കാം. ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇമാജിൻ ചെയ്യുക, ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു വാൽവാണ്, പക്ഷേ ഇതിപ്പോൾ ഒരു മൂവിങ് ഒബ്ജക്റ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഇതിപ്പോൾ ഒരു ട്രെയിനിൻ്റെ ഒരു ഭാഗം എന്തെങ്കിലും അങ്ങനെ ഇമാജിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു മൂവിങ് ഒബ്ജക്റ്റ് ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഷാഡോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഓൺലി സെയിം മെഷ് നെയിം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷാഡോസും കൂടെ ബേക്കായി വരും ടെക്സ്ചറിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്കത് വേണ്ടല്ലോ, ടെക്സ്ചറിൻ്റെ കൂട്ടത്തിൽ ഷാഡോ നമുക്ക് ബേക്ക് ആവേണ്ട ആവശ്യമില്ല, അതിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് കർവേച്ചർ ഉണ്ട്. കർവേച്ചറിൽ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഇതിന് മുന്നേ വേറെ സംഭവം, ആംബിയൻ ഒക്ലൂഷനിൽ ഈ അപ്ലൈ ടു ഓൾ എന്ന് കൊടുക്കണം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ ഇപ്പോൾ 4 മെറ്റീരിയൽ, ഈ ടെക്സ്ചർ സെറ്റ് എന്ന് പറഞ്ഞില്ല, ഇത് നമ്മൾ ബ്ലെൻഡറിന് ഇമ്പോർട്ട് ചെയ്തപ്പോൾ വന്ന 4 മെറ്റീരിയൽസ് ആണ്. എല്ലാ മെറ്റീരിയലിലും ഈ സെയിം പ്രോപ്പർട്ടി അപ്ലൈ ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അപ്ലൈ ടു ഓൾ എന്നുള്ളത് കൊടുക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യാം. ഇനി കർവേച്ചറിലേക്ക് വരാം. കർവേച്ചറിൽ വന്നിട്ട് ഈ ജനറേറ്റ് ഫ്രം മെഷ് എന്നുള്ളത് മാറ്റിയിട്ട് ജനറേറ്റ് ഫ്രം നോർമൽ മാപ്പ് നോക്കാം. ഇതും സെയിം പർപ്പസ് ആണ്. മീൻസ് ഈ ലോ പോളി മെഷ് ആയതുകൊണ്ട് അത് ലോ പോളി മെഷിൻ്റെ ഹൈ പോളി മെഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്. അത് കൊടുക്കുക. ഡീറ്റെയിൽ ഫുള്ളാക്കി കൊടുക്കുക. അപ്ലൈ ടു ഓൾ കൊടുക്കുക. പൊസിഷൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തിക്നെസ്സിൽ ഇതേപോലെ സെക്കൻഡറി റേസ് ഫുൾ കൊടുക്കുക. ഓൾവേസ് എന്നുള്ളത് ഓൺലി സെയിം മെഷ് നെയിം കൊടുക്കുക. അപ്ലൈ ഓൾ കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ബേക്ക് സെലക്ട് ടെക്സ്ചേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബേക്ക് ആവും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ബേക്കായി കഴിഞ്ഞ ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടില്ല ബേക്കായി. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ബി കീ അമർത്തിയപ്പോൾ, നിങ്ങൾ അമർത്തണമെന്നില്ല, വേണമെങ്കിൽ അമർത്തിയാൽ മതി. ബി അമർത്തിയാൽ നിങ്ങൾക്ക് ഓരോന്ന് കാണാം. ഇപ്പോൾ ഇതിൽ ID മാപ്പ് ഉണ്ട്, മുകളിൽ ഒരു ID എന്ന് പറയുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒറ്റൊരു ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്കൊരു സിംഗിൾ വൈറ്റ് കളറിൽ കാണുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ നെറ്റ് ബോൾട്ടൊക്കെ വേറെ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓരോരോ കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ സെപ്പറേറ്റ് മെറ്റീരിയൽ, ഓരോ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിനാണ് ID മാപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് ആംബിയൻ ഒക്ലൂഷൻ. ആംബിയൻ ഒക്ലൂഷൻ നിങ്ങൾക്ക് അറിയാലോ, ഇതിൻ്റെ ഈ കർവേച്ചേഴ്സിലൊക്കെ കണ്ടില്ല, ഇവിടേക്ക് ഒരു ഡാർക്ക് കളർ വന്നില്ലേ, അവിടേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഈ ഡസ്റ്റൊക്കെ അടിഞ്ഞു കൂടൂലേ, അങ്ങനത്തെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ആംബിയൻ ഒക്ലൂഷനൊക്കെ യൂസ് ചെയ്യുക. അടുത്തതായിട്ടുള്ളതാണ് കർവേച്ചർ എന്ന് പറയുന്നത്. ഈ കർവേച്ചർ എന്ന് പറയുമ്പോൾ കണ്ടില്ല, ഈ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജസുകളിലൊക്കെ കണ്ടില്ല ഒരു ചെറിയ ലൈൻ, വെള്ള കളർ ലൈൻ, ആ ഒരു സൈഡിലൊക്കെ നമുക്ക് സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കർവേച്ചർ മാപ്പ് യൂസ് ചെയ്യുന്നത്.
അടുത്തായിട്ടുള്ള പൊസിഷൻ മാപ്പ് കണ്ടാവും. നിങ്ങൾ ഓരോ പൊസിഷൻ നോക്കുമ്പോൾ ഓരോ കളറായിരിക്കും. ഈ ബോട്ടത്തിൽ നിന്നൊരു ബ്ലൂ, ടോപ്പിൽ നിന്നൊരു ഗ്രീൻ, അങ്ങനെ ഓരോ കളറായിരിക്കും. ഇത് ഇമാജിൻ ചെയ്യുക, ഇതിപ്പോൾ ഒരാളെ കാലോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഒരു പേഴ്സന്റെ കാലാണെന്ന് ഇമാജിൻ ചെയ്യുക. ഒരു പേഴ്സൺ ചളി കൂടെ നടക്കുകയാണ്. അപ്പോൾ ചളി കാലിലാവുമല്ലോ. അപ്പോൾ ഈ പൊസിഷൻ മാപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ചളി ഈ കാലിന്റെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് നമുക്ക് ഒരു ഗ്രേഡിയന്റ് ആയിട്ട് കൊടുക്കണം. അങ്ങനെ വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഈ പൊസിഷൻ മാപ്പ്. നമുക്ക് ഇവിടെ ആവശ്യം വരുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്തതുള്ള തിക്നെസ് നമുക്ക് ഇവിടെ ആക്ച്വലി വരുന്നില്ല. തിക്നെസ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഗാനിക് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, എന്താ പറയുക, ഹ്യൂമൻ, നമ്മൾ മനുഷ്യന്റെ ചെവിയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെവിന്റെ ബാക്കിൽ നിന്ന് ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാസ് ത്രൂ ആയിട്ട് നമുക്ക് തന്നെ കാണാമല്ലോ. അതിന് ഓരോ ഒബ്ജക്റ്റിന്റെ എത്ര സ്ഥലത്ത് എവിടേക്കാണ് തിക്നെസ് കൂടുതൽ, എവിടെയാണ് കുറവ്, അത് ഡിഫൈൻ ചെയ്യേണ്ട ഒരു മാപ്പാണ്. ഇത് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇങ്ങനെ ബാക്കിയുള്ള മാപ്സ് ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഇത്രയും മാപ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ വ്യൂയിലേക്ക് വരും. അടിച്ച് സാധാ വ്യൂയിലേക്ക് വന്നു, മെറ്റീരിയൽ വ്യൂയിലേക്ക് വന്നു. ഇനി നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാം. മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കി കാണാം ഒരു ലേയേഴ്സ് പാനൽ. ഈ ലേയേഴ്സ് പാനലാണ് മെറ്റീരിയൽസ് ഇങ്ങനെ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണോ ലേയേഴ്സ് ഉള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെയും ലേയേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഡിഫോൾട്ടായിട്ട് നമുക്കൊരു ലെയർ കാണാം. ആ ലെയറിന്റെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് അമർത്താം. അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഡിലീറ്റ് അമർത്തിയെന്നുള്ളൂ. ഇനി നമുക്കിതിൽ മെറ്റീരിയൽസ് ഇട്ട് തുടങ്ങാം. ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഡേർട്ടി മെത്തേഡ് പെട്ടെന്ന് നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടണം, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ മെറ്റീരിയൽസ് കാണാം. നമുക്ക് മൗസ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവിടെ മെറ്റീരിയൽസ് കാണാം. ഇതൊക്കെ മെറ്റീരിയൽസ്, ഓരോ ടൈപ്പ് അലൂമിനിയം അങ്ങനെ പറഞ്ഞ ഓരോ മെറ്റീരിയൽസ് ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കാണാം. ഈ സ്മാർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഈ നോർമൽ മെറ്റീരിയൽസ് തന്നെ കുറേ ആളുകളോ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് പെയിൻറ്റർ തന്നെയോ കുറേ സെറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് സ്മാർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചാൽ എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ തൽക്കാലത്തിന് നോർമൽ മെറ്റീരിയൽസിലേക്ക് പോകാം. നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം അല്ലേ, ചെയ്തുകൊണ്ട് പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റെസ്റ്റ് എന്ന് കാണാം. 2 റെസ്റ്റ് ഉണ്ടാവും. ഈ റെസ്റ്റ് 2 റെസ്റ്റ്. അതിൽ ഞാൻ ഈ ഫസ്റ്റ് റെസ്റ്റ് എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഇവിടേക്ക് ഇട്ടു. കണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഇതിന് ഒരു റെസ്റ്റ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യും. ഈ റെസ്റ്റ് മെറ്റീരിയൽ അപ്ലൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്കെയില് നോക്കണം. ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോഡൽ ഇതല്ല, വേറെ ഏതെങ്കിലും മോഡലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്കെയിലൊന്നും പ്രോപ്പറായിട്ടൊന്നും വരില്ല. ചിലപ്പോൾ ഈ ടെക്സ്ചർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കെയിൽ എങ്ങനെ റെഡിയാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലേയേഴ്സ് പാനലിൽ ഈ റെസ്റ്റ് സെലക്ട് ചെയ്യുക, മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അടിയിലേക്ക് വന്ന ഈ പ്രോപ്പർട്ടീസ് എന്നില്ലേ, പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കും. ഈ പ്രോപ്പർട്ടീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടേക്ക് ഇടുന്ന മെറ്റീരിയൽസ് ഇല്ലേ, ആ മെറ്റീരിയൽസ് അനുസരിച്ച് ഇവിടെ പ്രോപ്പർട്ടി മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഈ റെസ്റ്റ് ഇട്ട പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇതിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട് പ്രോപ്പർട്ടി മാറും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ ടൈലിംഗ് എന്ന് പറഞ്ഞാൽ കാണാമല്ലോ, ഈ ടൈലിംഗ് ആണ് നമ്മുടെ ഇതിലത്തെ സൈസ്. ഈ ടൈലിംഗ് ഇങ്ങനെ മാറ്റും തോറും കൊണ്ടില്ലേ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇതിന്റെ സ്കെയിൽ. അപ്പോൾ നമുക്കൊരു ഹാപ്പി ആവുന്ന ഒരു സ്കെയിലേക്ക് വെക്കാൻ ഞാൻ 15 കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, വേണമെങ്കിൽ ഒക്കെ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ കളറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. വേണമെങ്കിൽ കളർ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ കളറൊക്കെ തന്നെ മാറ്റാം. ഞാൻ ഇപ്പോൾ മാറ്റുന്നില്ല, ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു പെയിന്റ് ലെയർ ആഡ് ചെയ്യണം. പെയിന്റ് ലെയർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഞാൻ അതിന് സ്മാർട്ട് മെറ്റീരിയൽസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ മെറ്റലാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ സെർച്ച് ബാറിൽ പോയിട്ട് മെറ്റൽ എന്ന് സെർച്ച് ചെയ്യും. മെറ്റൽ എന്ന് സെർച്ച് ചെയ്താൽ നമുക്കിതിൽ മെറ്റലായിട്ടുള്ള എല്ലാ മെറ്റൽസും വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മെറ്റൽ, നിങ്ങളുടെ മോഡൽ ഏതാണോ അത് ഇഷ്ടപ്പെട്ടൊരു മെറ്റലിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഓരോന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു റെഡ് കളർ ഒരു മെറ്റൽ അപ്ലൈ ചെയ്തു. ഇപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയൊരു ഔട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഈ കർവേച്ചേഴ്സിലൊക്കെ റെസ്റ്റ് വന്നു, ഇങ്ങനെ ഇതൊക്കെ വന്നു, എല്ലാ സംഭവവും പ്രോപ്പറായിട്ടുണ്ട്. പക്ഷെ എനിക്കിത് വേണ്ട, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഇട്ടതാണ്. കൺട്രോൾസ് അടിച്ച് നമുക്ക് ഒഴിവാക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു യെല്ലോ മെറ്റീരിയലാണ്, കണ്ടില്ലേ. ഇതിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇങ്ങനെ നമ്മുടെ മെറ്റീരിയൽ അപ്ലൈ ആയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് വേണ്ടത് യെല്ലോ കളർ അല്ല, റെഡ് കളറാണ് വേണ്ടത്. പിന്നെ അതുപോലാത്ത നമുക്ക് ഇത്രയ്ക്കും റെസ്റ്റ് വേണ്ട, ഇത് വളരെ കൂടുതലല്ലേ, ഇത്രയ്ക്കൊന്നും റെസ്റ്റ് വേണ്ട. അപ്പം അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ റെസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ് പാനലിൽ കുറേ പ്രോപ്പർട്ടീസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ
യെല്ലോ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസ് ഒന്നും കാണില്ല. അതിന് കാരണം ഇത് ഗ്രൂപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്, കുറേ മെറ്റീരിയൽസ് ചേർന്ന ഗ്രൂപ്പാണ്. ഇവിടെ ഒരു ഫോൾഡറിൻ്റെ ഐക്കൺ കാണാമല്ലോ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് വന്നെ കുറേ കണ്ടില്ലേ ഇങ്ങനെ വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് തൊട്ടിട്ട് എല്ലാതും ഈ ഐസൊക്കെ ഓഫാക്കി വെക്കും. എന്നിട്ട് ഏറ്റവും ബോട്ടം മാത്രം എടുക്കും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കളർ എഡിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ വന്നല്ലോ. നേരെ ഇപ്പോൾ യെല്ലോ മാറ്റിയിട്ട് ഒരു റെഡ് കളർ കൊടുക്കുക. ഒരു ഏകദേശം ഈ ഒരു ഡാർക്ക് റെഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലോസ് അടിച്ചു. ഇപ്പോൾ ഇതിൽ റഫ്നെസ് നമുക്ക് ഇത് വളരെ ഗ്ലോസിയാണ്, അത് പ്രശ്നമില്ല. വേണമെങ്കിൽ കുറച്ച് ഗ്ലോസിനെസ് ഇവിടെ റഫ്നെസ് ഒക്കെ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. റഫ്നെസ് ഒക്കെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അടുത്തതായിട്ടുള്ളത് ഡേർട്ട് എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണാം. ഈ ബേസ് കളറിൻ്റെ മുകളിൽ ഒരു ഡേർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. ആ ഡേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേർട്ടിൻ്റെ പ്രോപ്പർട്ടീസ് കാണാം. പക്ഷേ ഡേർട്ടിൻ്റെ പ്രോപ്പർട്ടി കാണുന്നുണ്ടെങ്കിൽ ഈ ഡേർട്ടിന് ഇവിടെ കണ്ടില്ലേ ഒരു ഡേർട്ടിൻ്റെ പോലത്തെ ഒരു ചിത്രം, അതൊരു മാസ്ക് ആണ്. ആക്ച്വലി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാസ്ക് ആണ്. ആ മാസ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാം. അത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഡേർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേർട്ട് കാണുന്നുണ്ടെങ്കിൽ ഡേർട്ട് ഒന്ന് ഓൺ ആക്കിയാൽ മതി. കണ്ടില്ലേ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരുന്നത് കണ്ടില്ലേ, അതാണ് ഡേർട്ട് ലെയർ ഉള്ളത്. അപ്പോൾ ഡേർട്ട് ലെയർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡേർട്ട് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാസ്കിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഈ മാസ്ക് എഡിറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക. ഡേർട്ട് ലെയർ ക്ലിക്ക് ചെയ്യുക, ഈ മാസ്ക് എഡിറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും ഈ ബാലൻസ് കൂട്ടും കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഒരു ഡേർട്ട് കൂടിയും കുറഞ്ഞൊക്കെ വരുന്ന കണ്ടില്ലേ. അതുപോലെ നമുക്ക് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കോൺട്രാസ്റ്റ് കൂട്ടുന്തോറും കണ്ടില്ലേ ഇവിടെ ഒരു ഡേർട്ടും ഇതും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് കൂടി വരുന്നത്. നമുക്ക് അത്ര കോൺട്രാസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് ചെറുതായിട്ട് കോൺട്രാസ്റ്റ് കുറച്ച് വെച്ചാൽ മതി. ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഓരോ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താണ് അതിൽ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നുള്ളൂ. സിമ്പിളാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഡസ്റ്റ് ആണ്. ഡസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഡസ്റ്റ് ലെയർ പോലെ കിട്ടുന്നതാണ്. അത് ഓണാക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓണാക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു മുകളിൽ ഒരു ഡസ്റ്റ് പോലെ വരുന്നത് അല്ലേ. ഡസ്റ്റും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡസ്റ്റിൻ്റെ മാസ്ക് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു മാസ്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഉണ്ടാവും. ഇതിൽ ലെവൽസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡസ്റ്റ് വരുന്ന പോലെ കണ്ടില്ലേ. കോൺട്രാസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ടുള്ളത് റസ്റ്റ് ആണ് നമുക്ക് മെയിനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. റസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റസ്റ്റിൻ്റെ മാസ്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിക്ക് ചെയ്തതിനു ശേഷം റസ്റ്റിൻ്റെ ബാലൻസും നമുക്ക് കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഉണ്ടോ ബാലൻസ് കുറയ്ക്കും തോറും കണ്ടില്ല റസ്റ്റ് പോയി വരുന്നതും കൂടി വരുന്നതും. ബാലൻസ് ഞാൻ കുറച്ചു, കോൺട്രാസ്റ്റും കുറച്ചു. ഇത്രയൊന്നും റസ്റ്റ് എനിക്ക് വേണ്ട, ചെറിയ റസ്റ്റ് മതി. ഇത്രയ്ക്കും റസ്റ്റ് കൊടുത്തു. ഇനി ഇതിൽ ടെക്സ്ചർ 1 ടെക്സ്ചർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഇതിൽ 2 ടൈപ്പ് ടെക്സ്ചേഴ്സ് ഉണ്ട്. അതിങ്ങനെ കണ്ടില്ലേ ഇപ്പോൾ ഒരു ടെക്സ്ചർ കൂടി മറ്റേത് കൂടി കുറഞ്ഞു അങ്ങനെ വരുന്നത് കണ്ടില്ലേ. നിങ്ങൾ ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ബേസിക് മെറ്റീരിയലിൻ്റെ അപ്ലിക്കേഷൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റെസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റെസ്റ്റ് നമുക്ക് ഇതിൽ കാണുന്നില്ല. ഈ ഒരു റെസ്റ്റ് ഇതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത സ്മാർട്ട് മെറ്റീരിയലിൻ്റെ റെസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസ്റ്റ് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യുക, പുറത്തേക്ക് കാണിക്കണം. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റിയൊരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മിനിമൈസ് ചെയ്യുന്നുണ്ട്. അതിന് ചെയ്യാൻ പറ്റിയൊരു വഴിയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് മാസ്ക് എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ മാസ്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാം കണ്ടില്ലേ. ഇപ്പോൾ അടിയത്തെ റെസ്റ്റ് കൂടെ വിസിബിളായി. പിന്നെ ആ റെഡ് മെറ്റൽ മെറ്റീരിയലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിൽ കുറേ സ്മാർട്ട് മാസ്ക് അവൈലബിൾ ആണ്. ഇത് ഓരോന്ന് ഇട്ട് നോക്കാം. നമുക്ക് വേണ്ട ഒരു മാസ്ക് ചൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഈ ഒരു മാസ്ക് അല്ലേ ഈ ഡേർട്ട് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ കണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഒരു റെസ്റ്റ് കിട്ടി. പക്ഷേ ഈ റെസ്റ്റ് നമുക്ക് ഇത്രയും വേണ്ട, നമുക്ക് കുറച്ച് ഓവറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തു. ഇതിലും നമുക്ക് കാണാം ബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺട്രാസ്റ്റ് ബാലൻസ് ഒക്കെ ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെവൽസ് കണ്ടില്ലേ, ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൂടി കുറഞ്ഞു വരുന്ന കണ്ടില്ലേ. ഞാൻ ലെവൽസ് നമ്മളത്തി കുറച്ചു കോൺട്രാസ്റ്റ് ഞാൻ കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊരു റെസ്റ്റ് ഫിൽറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ നെറ്റ് ബോൾട്ട് അതുപോലെ തന്നെ ഇതിലേക്കൊക്കെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരെ സ്മാർട്ട് മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് മെറ്റീരിയൽസ് ക്ലിക്ക് ചെയ്തു. കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഈ ഒരു സ്റ്റീലിൻ്റെ ടെക്സ്ചേഴ്സ് എടുത്ത് ഞാൻ നേരെ ഇവിടേക്ക് ഇട്ടു. കണ്ടല്ലോ
അതുപോലെ തന്നെ നേരെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബ്രോൺസ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. ആ ബ്രോൺസ് മെറ്റീരിയൽ ഇവിടേക്ക് ഇട്ടു. ഇത് നിങ്ങൾക്ക് ഇതിലൊക്കെ സ്കെയിൽ കൂടുതലാണ് തോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്കെയിൽ ചെയ്ത പോലെ തന്നെ സ്കെയിൽ കുറയ്ക്കാൻ പറ്റും. ക്ലിക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് സ്കെയിൽ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള ഈ നെറ്റ് ബോൾട്ടാണ്. നെറ്റ് ബോൾട്ടിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ മെറ്റീരിയൽ, ഈ ഒരു സ്റ്റീൽ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ വളരെ സ്കെയിൽ കൂടുതലാണ്. ഞാൻ ഇതിന്റെ സ്കെയിലൊക്കെ ഒന്ന് ക്വിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ റിസൾട്ട് ലഭിച്ചു. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ടെക്സ്ചേഴ്സ് ഒക്കെ ഓൾറെഡി അപ്ലൈ ആയി. ഇനിയിപ്പോൾ ഇതെങ്ങനെ ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, മറ്റേ ബ്ലെൻഡറിൽ എങ്ങനെ ടെക്സ്ചർ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ നേരെ ഫയലിലേക്ക് പോകുന്നു. ഫയലിൽ പോയി എക്സ്പോർട്ട് ടെക്സ്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണോ ടെക്സ്ചേഴ്സ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ലാസ്റ്റ് നമുക്ക് ടെക്സ്ചർ സൈസ് തീരുമാനിക്കുക എന്നുള്ളത്. ഇതിൽ കണ്ടല്ലോ ഇവിടെ ഒരു സൈസ് എന്നുള്ളത് ഓപ്ഷൻ വന്നിട്ട് നമുക്ക് ഇതിൽ 4K വേണമെങ്കിൽ 4K 8K വരെ ഉണ്ട്. ഞാൻ തൽക്കാലത്തിന് 4K കൊടുത്തു. 4K ടെക്സ്ചേഴ്സ് PNG ഫോർമാറ്റ്. ഇതിൽ ബിറ്റ് റേറ്റ് മാറ്റാം. 8 ബിറ്റ് വേണമെങ്കിൽ തൊട്ടിട്ട് 16 ബിറ്റ് വരെ ഉണ്ട്. ഞാൻ തൽക്കാലത്തിന് 8 ബിറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത്രയും കൊടുത്തതിന് ശേഷം എക്സ്പോർട്ട് ബട്ടൺ അമർത്തുക. എക്സ്പോർട്ട് ആയിക്കോളും. ഈ ഒരു 0% 100% ആകുമ്പോൾ എക്സ്പോർട്ട് ആവും. നമ്മുടെ എക്സ്പോർട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്തത് ബ്ലെൻഡറിൽ പോയിട്ട് അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് ടെക്സ്ചർ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ബ്ലെൻഡർ ഓപ്പൺ ചെയ്ത് ഞാൻ മെറ്റീരിയൽ പ്രിവ്യൂ മോഡ് എടുത്തു. സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഷെയ്ഡ് എഡിറ്റർ ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു റെഡ് കളർ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു റെഡ് കളർ മെറ്റീരിയൽ സെലക്ട് ചെയ്തു. ഇതാണ് മെറ്റീരിയൽ. ഈ പ്രിൻസിപ്പലി BSDF ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നോഡ് റാങ്കുലർ എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഫയൽ എഡിറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് പ്രിഫറൻസിൽ പോയിട്ടുണ്ടെങ്കിൽ നോഡ് റാങ്കുലർ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനേബിൾ ആക്കുക. എനേബിൾ ആക്കിയിട്ട് Ctrl+Shift+T അമർത്തുക. Ctrl+Shift+T അമർത്തി കഴിഞ്ഞാൽ ഫോൾഡർ ഓപ്പൺ ആവും. ഇതിൽ നമ്മൾ എവിടെയാണോ ആ ടെക്സ്ചേഴ്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്ത ഫോൾഡർ അല്ലേ, ആ ഫോൾഡറിൽ പോവുക. ഫോൾഡർ പോയി നിങ്ങൾക്ക് കുറേ ടെക്സ്ചേഴ്സ് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മുടെ ആ ഒരു റെഡ് മെറ്റീരിയൽ വരുന്ന ടെക്സ്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഇതാണ് റെഡ് മെറ്റീരിയൽ വരുന്ന ടെക്സ്ചേഴ്സ്. ഇത് തൊട്ടിട്ട് ഇതുവരെ ഉണ്ട്. ഈ ഒരു 5 ടെക്സ്ചേഴ്സ് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലോഡാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. കണ്ടില്ല, ലോഡായി. ഇപ്പോൾ ആ റെഡ് ടെക്സ്ചർ ഇതിലേക്ക് പോകും. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു നെട്ടും ബോൾട്ടും അതുപോലെ തന്നെ ഈ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു മെറ്റീരിയൽ സെയിം മെത്തേഡിൽ Ctrl+Shift+T അമർത്തുക. ബ്രോൺസ് മെറ്റീരിയലാണ്, അത് ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഷാഫ്റ്റ്. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലെൻഡറത്തെ ഒരു മോഡൽ സബ്സ്റ്റൻസ് പെയിന്റിലേക്ക് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ടെക്സ്ചർ ചെയ്തിട്ട് അത് തിരിച്ച് ബ്ലെൻഡറിലേക്ക് തന്നെ കൊണ്ടുവരുന്നത് ഈ ഒരു മെത്തേഡിലാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു.